ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരയുടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അതെ ബി.ജെ.പി ആണ് കേന്ദ്രം ഭരിക്കുന്നത്. ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ ഇവിടെ പുള്ളി തന്നായിരുന്നു. തിരുവനന്തപുരം അത് മാറ്റുമോ, സ്മാർട്ട് സിറ്റി പോലെ ആക്കുമെന്നുള്ളത് പറഞ്ഞായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് തിരുവനന്തപുരംകാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ താല്പര്യം എടുത്തില്ല വിജയിപ്പിക്കാനായിട്ട്? അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പാടില്ല. ഒത്തിരി വോട്ടുകൾ ഇപ്പോഴത്തെ ഈ വോട്ടിംഗ് യന്ത്രം ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ ലോക്സഭ തെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോൾ വോട്ടിംഗ് യന്ത്രം പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ജനങ്ങളുടെ വോട്ടാണോ സത്യം എനിക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ശരിയായ വോട്ടാണോ നടന്നതെന്നുള്ളത് അത് എന്താണെന്നുള്ള അറിഞ്ഞൂടാ. പക്ഷേ വിജയിക്കേണ്ടതായിരുന്നു. നമുക്കത് കാണിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം 2ാം സ്ഥാനത്തെത്തിയില്ലേ? ഒരു പക്ഷേ ജയിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചനായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എനിക്ക് ജയിക്കാൻ പറ്റുന്ന ഈ ഒന്നാമത്തെ കാര്യം ഇത് കേരളമല്ലേ. കേരളത്തിൽ ഈ ബി.ജെ.പി എന്നുള്ള രാഷ്ട്രീയ കക്ഷിക്ക് വോട്ടൊക്കെ ഒരുപാട് കിട്ടി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയെങ്കിലും അതൊക്കെ പൈസ കൊടുത്തൊക്കെ റെഡിയാക്കിയൊക്കെ സാമുദായിക സംഘടനകളൊക്കെ വാങ്ങിച്ചെടുത്തതാണ്. അല്ലാതെ അവരെ താഴെത്തട്ടിലുള്ള പ്രവർത്തനമോ മറ്റുള്ള കാര്യങ്ങളോട് കിട്ടിയ വോട്ടല്ല അത്. ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ, ഇയാളെന്തോക്കെ ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അയാൾക്ക് ഒരു ചാനലും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള ആളല്ലേ. അപ്പോൾ ചാനലിൻ്റെ ഏഷ്യാനെറ്റ് മുഴുക്ക ഇയാൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇയാൾ എന്തൊക്കെ ആളാണെന്ന്. രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാവുന്നതിന് സമയത്താണ് അദ്ദേഹം BPLൻ്റെ വലിയ ഉടമസ്ഥനായിരുന്നു മറ്റു കാര്യങ്ങളൊക്കെ അറിയപ്പെടുന്നത്. അതിൻ്റെ അല്ലാതെ ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കടന്നു വന്ന ഒരാളാണ്. എങ്കിലും അദ്ദേഹം 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ബി.ജെ.പി ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരായിരുന്നു ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയോട് മത്സരം. ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ തിരുവനന്തപുരത്ത് നൽകി. വോട്ട് കിട്ടിയില്ല എന്നുള്ളത് അത് തന്നെ പറ്റിക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ എന്തെങ്കിലും ചെയ്തു തീർക്കാൻ, അല്ലെങ്കിൽ ബി.ജെ.പി സർക്കാരിന് ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ പണ്ട് ബഡ്ജറ്റിലുള്ള തുക കൊടുത്തിരുന്നെങ്കിൽ എപ്പോഴും പാവങ്ങളെ രക്ഷിക്കാൻ ആൾക്കാർ എന്ന് വെച്ചാൽ ഇവിടെ ആകുമ്പോൾ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കൂടുതലുള്ളത്. കമ്മ്യൂണിസ്റ്റും പിന്നെ കോൺഗ്രസ് ഉണ്ട്. പിന്നെ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനും അവരൊന്നും വോട്ട് ചെയ്യില്ല. അവരൊന്നും വോട്ട് ചെയ്യാത്തതുകൊണ്ട് ഈ പുള്ളിക്ക് ഒന്ന് വിജയിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ യങ് ആൾക്കാർ മാത്രം വല്ല മാറ്റം വന്നാൽ മാത്രമേ അവർക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അല്ലാതെ ഈ മതഭേദം കൊണ്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം മുൻ പരിചയമില്ല. ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തോ ഇവിടെ ഉള്ള ഒരാളല്ല. അയാൾക്ക് ഏതോ ചെറിയൊരു വേരൊക്കെ ഇവിടെ പത്തനംതിട്ട ഇവിടെ കൊണ്ടുവന്നുള്ളതല്ലാതെ പുള്ളി കേന്ദ്രമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തിയാണ്. മാത്രമല്ല പുള്ളിയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ്. മലയാളം വ്യക്തമായിട്ട് സംസാരിക്കാനോ ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനോ നിർത്തി വയ്ക്കാനോ ആയി കഴിവില്ല. പക്ഷേ അയാൾ വിശ്വസിക്കുന്ന പാർട്ടി അണികൾ എന്തോ ചെയ്യും. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഇവിടെ കേരളത്തിൽ ജനിച്ചു വന്ന ആളാണ്. വിദേശമായിട്ടുള്ള എല്ലാ അംഗീകാരങ്ങളും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വ്യത്യസ്ത 10-14 ഭാഷകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിയാണ്. എന്തായാലും ശശി തരൂരിനെ പോലുള്ള ഒരു കാൻഡിഡേറ്റാണ് രാജീവ് ചന്ദ്രശേഖരൻ. അവർ തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അടുത്ത സ്റ്റെപ്പിലോട്ട് കഴിഞ്ഞു. ഇനി ഫുൾ സിംഗിലിട്ട് ഓടാനായിട്ടുള്ള ഒരിത് കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു ആളാണ് എന്നാണ് എനിക്ക് വ്യക്തത. അല്ലെങ്കിൽ ഈ രീതിയിൽ എത്തത്തില്ലല്ലോ. വിജയിക്കാൻ പറ്റുക തിരുവനന്തപുരത്ത് ആരെന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള ഈ കോവളം ഈ BJP എന്നുള്ള ഒരു പേരിലാണ് ആ പ്രശ്നമാവുന്നത്. വ്യക്തിയായിട്ട് ആൾ നല്ല ആളായിരിക്കാം. ഈ BJP എന്നുള്ള ഒരു ലേബിൾ വരുമ്പോഴാണ് തിരുവനന്തപുരത്ത് അങ്ങനെ ബാധിക്കുന്നത്. അത് കൂടുതലും തരൂരിനാണ് അത് കൂടുതലും വോട്ട് കൂടുതൽ കിട്ടാൻ ചാൻസ്. അങ്ങനെ മറ്റുള്ള 1-2 മണ്ഡലത്തിൽ പോയപ്പോൾ അയാൾക്ക് ലീഡ് ചെയ്തു. പക്ഷേ ഈ സിറ്റിയിൽ ലീഡ് ചെയ്തത് രാജീവ് ചന്ദ്രശേഖരനാണ്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖര ലോക്സഭയിലേക്ക് മത്സരിച്ചത്. പക്ഷെ ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ ഇവിടെ തന്നായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അത് തിരുവനന്തപുരം വോട്ട് ചെയ്യാൻ വിമുഖത കാണിച്ചു? നല്ലൊരു ഐഡിയ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.